ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാനൊരുങ്ങി CPIM. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സരോവരത്ത് നിന്നും ആരംഭിക്കും. വിശദാംശങ്ങളുമായി മേഘന മുരളിയുണ്ട്. മേഘന, തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ, കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശം ചൂടുപിടിക്കുകയാണ്. ഇന്നലെയായിരുന്നു CPIMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടായത്. അതിനുശേഷം മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി പ്രചരണത്തിലേക്ക് കടക്കാനാണ് CPIM തീരുമാനിക്കുന്നത്. ഇന്ന് CPIMന്റെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള എളമരം കരീമിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രചരണം കോഴിക്കോട് സരോവരത്ത് നിന്ന് ആരംഭിക്കുകയാണ്. MP ഇവിടെ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം CPIMന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സീറ്റ്, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. 2004 ആവർത്തിക്കുമെന്നാണ് CPIM ഔദ്യോഗികമായി പറയുന്നത്. അപ്പോൾ 18 സീറ്റെങ്കിലും CPIMന് നേടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് മണ്ഡലം. അതിൽ എളമരം കരീം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി CPIMന്റെ തുറുപ്പ് ചീട്ടാണ്. കോഴിക്കോട് ജില്ലയിലെ എന്നല്ല, സംസ്ഥാനത്തിൽ തന്നെ CPIMന്റെ മുഖമായി മാറിയ വ്യക്തിയാണ് എളമരം കരീം. രാജ്യസഭാ MP ആണ്. 2006 VS അച്യുതാനന്ദൻ സർക്കാരിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. മാത്രമല്ല തൊഴിലാളി വർഗത്തിന്റെ കൂടെ നിൽക്കുന്ന CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് എളമരം കരീം. അങ്ങനെ തൊഴിലാളി വർഗത്തിന്റെ കൂടെയും അടിച്ചമർത്തപ്പെട്ടവന്റെ കൂടെയും നിൽക്കുന്ന ഒരു ജനകീയ മുഖം എളമരം കരീം MPക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇവിടെ നിർത്തുന്നത്. CPIMനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. മാത്രമല്ല നിയമസഭാ കക്ഷിനിലയൊക്കെ നോക്കുമ്പോൾ CPIMന് അത്രയേറെ വേരോട്ടമുള്ള അല്ലെങ്കിൽ അത്രയേറെ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് കോഴിക്കോട് മണ്ഡലം. അതുകൊണ്ട് തന്നെ 2009 മുതൽ MK രാഘവൻ MPയുടെ ഒരു തേരോട്ടമുണ്ട് ഇവിടെ. അതിനെ തകർക്കാൻ വേണ്ടിയിട്ട്, അതിനെ പിടിച്ചുകെട്ടാൻ വേണ്ടിയിട്ട് അത്രയേറെ തുറുപ്പ് ചീട്ടായിട്ട് തന്നെയാണ് എളമരം കരീം MP വരുന്നത്. എന്തായാലും പ്രചരണത്തിൽ ഒരു പടി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടും പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഭൂരിപക്ഷം പിടിക്കാൻ വേണ്ടിയിട്ടും ഇന്ന് രാവിലെ തന്നെ എളമരം കരീം MP സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിക്കുകയാണ്. അല്പസമയത്തിനകം എളമരം കരീം MP സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. എളമരം കരീം MPയുടെ സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിക്കുകയാണ്. കോഴിക്കോട് സരോവരത്ത് നിന്നാണ് സ്ഥാനാർത്ഥി പ്രചരണം തുടങ്ങുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ എളമരം കരീം MP കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എളമരം കരീം MP എന്ന് പറയുമ്പോൾ കോഴിക്കോട് മണ്ഡലത്തിൽ അത്രയേറെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ CPIMന്റെ ഒരു തുറുപ്പ് ചീട്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് എളമരം കരീം മാറിയിട്ടുണ്ട്. കാരണം MK രാഘവൻ MP 2009 മുതൽ ഇവിടെ സ്ഥാനാർത്ഥിയാണ്. അവിടെ നിന്ന് CPIMന്റെ മണ്ഡലമായിരുന്ന കോഴിക്കോട് മണ്ഡലം കണ്ണൂരുകാരനായിട്ടുള്ള MK രാഘവൻ MP വന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. അതിനുശേഷം എളമരം കരീം MPയെ ഇറക്കിക്കൊണ്ട്, അതായത് CPIMന്റെ തുറുപ്പ് ചീട്ടിനെ ഇറക്കിക്കൊണ്ട് മണ്ഡലം പിടിക്കാനാണ് CPIM ശ്രമിക്കുന്നത്. അതിൽ സ്ഥാനാർത്ഥി പ്രചരണം കോഴിക്കോട് സരോവരത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നു. CPIM എന്ന് പറയുമ്പോൾ, അതായത് CPIMന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മുഴുവൻ സീറ്റും, ഇവിടെ കോഴിക്കോട് മണ്ഡലം അടക്കമുള്ള മുഴുവൻ സീറ്റും പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ഏറ്റവും വലിയ കടമ്പയായിട്ട് കോഴിക്കോട് മണ്ഡലം മാറുന്നു. കോഴിക്കോട് മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ഇതിൽ എളമരം കരീം MP നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായിട്ട് എളമരം കരീം MP മാറുകയാണ്. കേരള വിഷൻ ന്യൂസിനോടൊപ്പം എളമരം കരീം MP ഉണ്ട്. എങ്ങനെയാണ് വിജയ പ്രതീക്ഷകൾ? ഈ മണ്ഡലം തീർച്ചയായിട്ടും LDF ജയിക്കും, വൻ ഭൂരിപക്ഷത്തിന്. ഏതൊക്കെ ഫാക്ടർ ഗുണം ചെയ്യും ഈ മണ്ഡലത്തിൽ? ദേശീയ രാഷ്ട്രീയം തന്നെ പ്രധാനമായിട്ട്. BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഭരണഘടനയെയും മതനിരപേക്ഷതയൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെതിരായി ഉറച്ചു നിൽക്കുന്ന ഒരു മെമ്പർ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിൽ എത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ലോക്സഭ വിദ്യ, എളമരം കരീം MP ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് എന്നൊരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് CPIMും ഇടതുമുന്നണിയും കിടക്കുന്നത്. അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായിട്ട് കോഴിക്കോട് മാറുകയും ചെയ്യും. അപ്പോൾ 2009 മുതൽ MK രാഘവൻ MPയുടെ ഒരു വിജയഗാഥയുണ്ട് ഇവിടെ. അതിനെ തകർക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്? രാഷ്ട്രീയം തന്നെ. കോൺഗ്രസ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് വളരെ അവസരവാദപരമാണ്. BJPയുടെ നിലപാടുകളെ, അവരുടെ സാമ്പത്തിക നയങ്ങളെ, വർഗീയതയെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇന്നലെയാണ് ഹിമാചൽ പ്രദേശിൽ അവർ ഗവൺമെന്റ് ഉള്ളിടത്ത്
താങ്ക് യു. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഭൂരിപക്ഷമുള്ള കോൺഗ്രസിന്റെ മെമ്പർമാർ BJP വോട്ട് ചെയ്തു. അപ്പൊ BJP പോകാൻ ക്യൂ നിൽക്കുകയാണ് ഈ കോൺഗ്രസ്. നമ്മൾ പോടുന്ന ഒരാളെ കോൺഗ്രസ് തെരഞ്ഞെടുത്താൽ അവർ നാളെ നിർണായക സമയം വരുമ്പോൾ BJP മാറില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇതാണ് സ്ഥിതി. അപ്പൊ അതുകൊണ്ട് BJP ഉയർത്തുന്ന ഇന്നത്തെ വെല്ലുവിളിക്കെതിരെ ഇടതുപക്ഷത്തിന് മാത്രമേ ഉറച്ച നിലപാടെടുക്കാൻ പറ്റൂ. രണ്ട് വശത്തും ഒരു ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരു മത്സരം പ്രതീക്ഷിക്കാം? ഒരിക്കലും അല്ല. ഇത് രാഷ്ട്രീയം, വ്യക്തിപരമായിട്ടൊരു പ്രശ്നമില്ല. എന്തൊക്കെ ഫാക്ടർ ഗുണം ചെയ്യും? കോഴിക്കോട് ജില്ലയിൽ ഇടതുമുന്നണിയുടെ അല്ലെങ്കിൽ LDF കൈവരിച്ച എന്തൊക്കെ നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു? അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം. ദേശീയ രാഷ്ട്രീയമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ആർക്കാണ് എന്ത് നിലപാടെന്നാ ജനങ്ങൾ നോക്കുക. അല്ലാതെ പ്രാദേശിക വികസനത്തിന്റെ പേരിലൊന്നും അല്ല ഇവിടെ വോട്ട്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലോ ആണ് വരെ. വിദ്യ എളമരം കരീം MP ആണ് കേരള വിഷൻ ന്യൂസിനോട് സംസാരിച്ചത്. കൃത്യമായിട്ടും ദേശീയ രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ വർഗീയ നിലപാടുകളും വർഗീയ കാഴ്ചപ്പാടുകളും മറ്റും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുക എന്ന് പറയുന്നു. മാത്രമല്ല വ്യക്തിപരമായിട്ടല്ല, രാഷ്ട്രീയമാണ്, രാഷ്ട്രീയപരമായിട്ടുള്ള മത്സരം ഉണ്ടാകും. ജനങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഇവിടെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് അജണ്ട എന്നും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമെന്നും ഇവിടെ വലിയൊരു വിജയം എളമരം കരീം MPയുടെ നേതൃത്വത്തിൽ ഇടതുമുന്നണി വലിയൊരു വിജയം കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ നൽകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള നാളുകൾ CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശ പ്രചരണം തന്നെയായിരിക്കും. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല, BJP-യുടെയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടെ കഴിയുമ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം വലിയൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കും. എന്തായാലും ഇടതുമുന്നണി LDF-നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പ്രചരണത്തിൽ ഒരുപടി മുന്നിൽ കടന്നിരിക്കുകയാണ്. വിദ്യ. ശരി മേഘ്ന, കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സരോവരത്ത് നിന്നും ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രചാരണ വേളയിൽ ആദ്യ പ്രതികരണം കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ചേർന്നത് മേഘ്ന മുരളിയാണ്.